अल्हम्दुलिल्लाह नहमदुहु व नअबुदुहु व नस्तगफिरुहु व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना व नशहदु अन ला इलाहा इल्लल्लाह वहदहु ला शरीक लहु लहुल मुल्कु व लहुल हम्दु व हुवा अला कुल्लि शैइन क़दीर व नशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़्क़ लियुज़हिरहु अलद्दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैता अला इब्राहीम व अला आलि इब्राहीम। अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। इन्न खैरल किताबि किताबुल्लाह व खैरल हदी हदी मुहम्मद सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्ल मुहदसतिन बिदअह व कुल्ल बिदअतिन ज़लालह व कुल्ल ज़लालतिन फिन्नार। या अय्युहन्नास इत्तक़ुल्लाह इबादल्लाह या अय्युहल्लज़ीना आमनु इत्तक़ुल्लाह हक़्क़ तुक़ातिह व ला तमूतुन्न इल्ला व अंतुम मुस्लिमून। औज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। क़ुल या इबादियल्लज़ीना अस्रफ़ू अला अन्फ़ुसिहिम ला तक़्नतू मिन रहमतिल्लाह इन्नल्लाह यग़फ़िरुज़्ज़ुनूब जमीआ इन्नहु हुवल गफ़ूरुर रहीम। या अय्युहल्लज़ीना आमनू ऊसीकुम इय्याया व अव्वलन बितक़्वल्लाह। അള്ളാഹുവിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാസനകളും ജീവിതത്തിൽ പരമാവധി പ്രാവർത്തികമാക്കി ജീവിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ നല്ല വിശ്വാസികളായി മുത്തഖികളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തത്തെ ഒരു സാലിഹാമലായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ സകലവിധ കരുണാകടാക്ഷങ്ങളും നമ്മളിലേക്ക് വർഹിക്കട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ ദിനത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഈ വർഷം നമുക്ക് 30 നോമ്പും പിടിച്ചു വീട്ടുവാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അള്ളാഹു കരുണ നൽകുന്നത് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത വഴികളിലൂടെയാണ്. നമുക്ക് അത് വിവരിക്കാൻ കഴിയില്ല. നമ്മളുടെ ജീവിതം, നമ്മളുടെ ഓരോ നിമിഷവും, നമ്മളുടെ ശ്വാസം, നമ്മളുടെ അനക്കങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ കരുണയാൽ നിറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വഇൻ തുഅ്സൂ നിഅമത്തല്ലാഹി ലാ തഹ്സുഹാ. നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യം എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. റമദാൻ മാസവും നമുക്ക് തന്നത് കരുണയുടെ ഭാഗമായിട്ടാണ്. ഒരു വിശ്വാസിയോട് അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തോട് അള്ളാഹുവിൻ്റെ അപാരമായ ഒരു അനുഗ്രഹം എന്ന നിലയിൽ തന്നെയാണ് നമുക്ക് റമദാൻ മാസം തന്നത്. റമദാൻ മാസത്തിൻ്റെ അതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണല്ലോ. തഖ്വ നിങ്ങൾക്കുണ്ടാക്കിയേക്കാം, നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അതുവഴി റമദാൻ മാസം ജീവിതത്തിൽ വേണ്ട രീതിയിൽ പുലർത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് തഖ്വ ലഭിച്ചേക്കാം എന്ന ഒരു ഉപാധി അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കുന്നുണ്ടല്ലോ. അതായത് ഈ റമദാൻ മാസത്തിലെങ്കിലും കഴിഞ്ഞുപോയ വർഷങ്ങളേക്കാൾ, മാസങ്ങളേക്കാൾ വ്യത്യസ്തമായി ഒരു വിശ്വാസി ആയി മാറുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ അവസരം തന്നു എന്നതാണ് റമദാൻ മാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുപോലെ തന്നെ അതേ സൂറത്തുൽ ബഖറയിൽ അവസാനം വരുന്ന ഭാഗത്ത് ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരും കൂടി ആയേക്കാം, അല്ലെങ്കിൽ നന്ദി കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ മേൽ വർഷിച്ച നിരവധി കാരുണ്യങ്ങൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിക്കാനും കൂടെ വേണ്ടിയിട്ടായിരുന്നു ഈ റമദാൻ നമുക്ക് തന്നത്. നമ്മൾ ഒരു അവലോകനം ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ 29 ദിവസങ്ങൾ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച രീതിയിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ശാസിച്ച രീതിയിൽ, മുന്നറിയിപ്പ് നൽകിയ രീതിയിൽ ഈ റമളാനിനെ, ഈ 29 ദിവസങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹു ഇത്രയും ദിവസം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടി തന്നിട്ടും ആ കാരുണ്യം നന്ദിപൂർവ്വം സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ തഖ്വ, നമ്മൾ പറഞ്ഞല്ലോ റമദാൻ മാസം കഴിഞ്ഞാൽ തഖ്വ കിട്ടും എന്നത്, നമ്മുടെ തഖ്വ നമ്മുടെ ശുക്റുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ബഖറയിൽ പഠിപ്പിക്കുന്നത്. നമ്മൾ എത്രത്തോളം ശുക്ർ ചെയ്യുന്നു അത്രത്തോളം നമ്മളിൽ തഖ്വ ഉണ്ടാകുന്നു. നമ്മൾ എത്രത്തോളം നന്ദി കേട് കാണിക്കുന്നവരാകുന്നോ അത്രത്തോളം നമ്മൾ വഴികെട്ടവരായി മാറുകയും ചെയ്യുന്നു. ഈ ഒരു ബോധം റമദാൻ മാസത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ തരത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ വേണ്ട തരത്തിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? റമദാൻ മാസത്തിലെ എല്ലാ ദിനങ്ങളിലും നമ്മൾ നിരവധി പ്രാർത്ഥനകൾ നടത്തുന്നവരാണ്. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ, പടച്ചവനെ, ഏറ്റവും വലിയ പരമകാരുണ്യവാനെ, നീ എനിക്ക് കരുണ ചെയ്യണമേ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. നമ്മൾക്ക് കരുണ വേണം. നമ്മൾക്ക് ഒരുപാട് ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ട്. പക്ഷേ ആ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന അതേ നിമിഷം തന്നെ നമ്മൾ അള്ളാഹുവിനോട് എന്ത് തിരിച്ചു നൽകുന്നു എന്നൊരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ റമദാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഗഫിർലി, പടച്ചവനെ നീ എനിക്ക് മഗ്ഫിറത്ത് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിഫത്തുകളിൽ ഒന്നാണല്ലോ ഗഫൂർ അല്ലെങ്കിൽ ഗഫാർ. നമ്മുടെ തെറ്റുകളെ മറച്ചു വെക്കുന്നവനെന്നാണ് അതിൻ്റെ അർത്ഥം. പടച്ചവനെ, നമ്മൾ ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാകപ്പിഴകളെ നീ മറച്ചു വെക്കണമേ എന്ന് നമ്മൾ പറയുമ്പോഴും നിരന്തരം പാപം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടവരാണോ നമ്മൾ എന്നും കൂടി ഈ റമദാനിൻ്റെ അവസാനത്തിൽ ആലോചിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് അല്ലാഹുമ്മ യഅ്തിഖ്നി മിനന്നാർ, റമദാനിൽ നമ്മൾ യഅ്തിഖും മിനന്നാർ, റമദാനിൻ്റെ ഒരു ഘട്ടം നരകവിമോചനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നരകത്തിൽ നിന്ന് മോചിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ, മോചിപ്പിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മളിൽ നിന്നും കൂടി ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും പ്രതികരിക്കുന്നവനാണ്, റെസ്പോണ്ട് ചെയ്യുന്നവനാണ്. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അധികമാക്കി തരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അത് കൂട്ടിത്തരുന്നതായിരിക്കും. അവിടെ അള്ളാഹു കണ്ടീഷനായി വെക്കുന്നത് നന്ദിയാണ്. അതുകൊണ്ടാണ് സൂറ ബഖറയിൽ റമദാൻ മാസത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞ് അവസാനം ലഅല്ലക്കും തഷ്കുറൂൻ എന്നും കൂടി ചേർത്ത് പറയുന്നത്. അപ്പോൾ കാരുണ്യം എന്നത് നമ്മൾ ഫ്രീ ആയിട്ട് ലഭിക്കേണ്ടതല്ല. അങ്ങനെ സ്വീകരിച്ച് വസൂലാക്കേണ്ട ഒരു കാര്യമല്ല അള്ളാഹുവിൻ്റെ കാരുണ്യം. അത് ഒരു വിശ്വാസിയിൽ നിന്ന് അള്ളാഹു തിരിച്ച് പ്രതീക്ഷിക്കുന്നത് അതേ തരത്തിലുള്ള ശുക്റും കൂടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ റമദാൻ മാസവുമായി ബന്ധപ്പെട്ട നിരവധി പ്രാർത്ഥനകൾ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, നമ്മൾ പ്രാർത്ഥിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയാണ്. പടച്ചവനെ, നരകത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. അതിൻ്റെ കൂടെ അല്ലാഹുവേ നീ ഇന്നക അഫ്വുൻ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അഫു എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മൾ ഒരു കാര്യം മുമ്പ് ചെയ്തിട്ട് അത് അള്ളാഹു മുമ്പ് ചെയ്തിട്ടില്ല എന്ന തരത്തിൽ മായ്ച്ചു കളയുന്നതിനെയാണ് അഫു എന്ന പദത്തിൻ്റെ അർത്ഥം വരിക. അള്ളാഹു അഫു ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രവർത്തനം, ആ തെറ്റ് മുമ്പ് ചെയ്തിട്ടില്ല എന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള അവകാശം എപ്പോഴാണ് വരുന്നത്? നമ്മുടെ ജീവിതത്തിൽ ആ തരത്തിൽ അള്ളാഹുവിനോടുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ആ തരത്തിലൊരു പ്രാർത്ഥിക്കാനുള്ളൊരു അവകാശം ഉണ്ടാവുന്നുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം തന്നെ വാഴ്ത്തുന്നത് റഹ്മാനും റഹീമെന്നുമാണല്ലോ. നമ്മൾ ഖുർആൻ തുറന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യനും കരുണാനിധിയുമായവൻ, അത് കാരുണ്യവൻ കരുണാനിധി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ പദപ്രയോഗങ്ങളാണ്. അതൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന പദപ്രയോഗങ്ങളല്ല യഥാർത്ഥത്തിൽ അറബിയിലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അനല്ലാഹ് അനർ റഹ്മാൻ. ഒരു ഖുദ്സി ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ അല്ലാഹു ആകുന്നു, ഞാൻ റഹ്മാനാകുന്നു. അതുകൊണ്ടാണ് സൂറത്ത് നിസായിൽ തുടക്കം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഇബാദത്ത് ചെയ്യണമെന്ന് പറയുന്ന ഭാഗത്ത് തന്നെ കുടുംബ ബന്ധത്തെ, റഹ്മിനെ ചേർത്ത് പറയുന്നത്.
കാരണം റഹ്മ എന്ന് പറയുന്നാൽ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട പദമാണ്. അത് റഹ്മാനിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബ ബന്ധം ചേർക്കാത്തവനെ അള്ളാഹുവും ചേർക്കുകയില്ല, കുടുംബ ബന്ധം ചേർക്കുന്നവനെ അള്ളാഹുവും ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞത്. കാരണം കാരുണ്യം, അള്ളാഹു കരുണാമയനാണ്, അള്ളാഹു കരുണാനിധിയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളും അതേപോലെ തന്നെ കരുണയുള്ളവരാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിചയപ്പെടുന്നത് അങ്ങനെയാണല്ലോ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സകല സൃഷ്ടികൾക്കും ലോകജനങ്ങൾക്കും പ്രപഞ്ചങ്ങൾക്കും എല്ലാത്തിനും ആലം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. പ്രപഞ്ചം എന്നാണ് അർത്ഥം, സൃഷ്ടി എന്നല്ല. സകല യൂണിവേഴ്സിനും പ്രപഞ്ചങ്ങൾക്കും റഹ്മത്തായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വയം പറഞ്ഞത് റഹ്മാൻ എന്നാണ്. അതുപോലെ തന്നെ ഖുർആനെയും പരിചയപ്പെടുത്തിയത് ഹുദം വ റഹ്മൻ വ ബുഷ്റാ ലിൽ മുസ്ലിമീൻ. ഖുർആനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നഹ്ൽ 89-ാമത്തെ ആയത്തിൽ പരിചയപ്പെടുത്തുന്നത് ഖുർആൻ അത് ഹുദയാണ്, ഖുർആൻ ഫുർഖാനാണ്, ഖുർആൻ റഹ്മത്താണ്, ഖുർആൻ ബുഷ്റാ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കുള്ള സന്തോഷവർത്താനം അറിയിക്കുന്നതാണ്. അത്രത്തോളം അള്ളാഹു നമ്മളോട് കരുണാമയനായിരിക്കെ നമുക്ക് തന്ന കിതാബും ഖുർആനാണ്. ആ ഖുർആനും റഹ്മത്താണ്. നമ്മളിലേക്ക് അയച്ച റസൂലും റഹ്മത്തായിട്ടാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ആ തരത്തിൽ ആ കാരുണ്യത്തെ ഏറ്റെടുക്കുവാനും വിശ്വാസികൾക്ക് കഴിയണമെന്നാണ് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ റഹ്മത്തി വസിയത്ത് കുല്ല ഷൈ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റടുത്ത് പറഞ്ഞു എല്ലാത്തിലും എൻ്റെ റഹ്മത്ത് കവർ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് കാണാം. കത്തബ റബ്ബുക്കും അല നഫ്സിഹിർ റഹ്മ, മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അള്ളാഹു സ്വന്തം റഹ്മത്ത് അത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഞാൻ ഇത്രയും വിശദീകരിക്കുന്നത് റമളാൻ എന്നത് എല്ലാ വർഷവും ജീവനോടെയുള്ള വിശ്വാസികൾക്ക് മുമ്പോട്ട് കടന്നു വരുന്നൊരു മാസമാണ്. എല്ലാ വർഷവും അള്ളാഹു തഖ്വ ഉണ്ടാക്കുവാനും അതുവഴി ശുക്ർ ചെയ്യുവാനും നമ്മുടെ മുമ്പിലേക്ക് നീട്ടിത്തരുന്ന മാസമാണ്. അത് കാരണം അള്ളാഹു റഹ്മാനും റഹീമുമാണ് എന്നതുകൊണ്ടാണ്. ഈ ഒരു ബോധം വിശ്വാസികളായ നമുക്കുണ്ടോ എന്നതിലാണ് നമ്മളുടെ അള്ളാഹുവിനോടുള്ള ശുക്ർ വെളിവാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനിവിടെ ഓതി വെച്ച ആയത്ത് പ്രസക്തമാവുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഖുൽ, സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, നബിയെ താങ്കൾ പറയുക, പറഞ്ഞു കൊടുക്കുക, യാ ഇബാദി, എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമം കാണിച്ച എൻ്റെ അടിമകളെ, അവരോട് നബിയെ അവരോട് പറഞ്ഞു കൊടുക്കുക, ലാ തഖ്നുതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, കാരണം അള്ളാഹു എല്ലാ ദൻബുകളും എല്ലാ കുറ്റങ്ങളും പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, കാരണം അവൻ ഗഫൂറും റഹീമുമാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ആയത്തിൽ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് വിശ്വാസികളോട് പറയാനാണ്. ഏതുതരം വിശ്വാസികളാണ്? ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച, തെറ്റ് ചെയ്ത, ധൂർത്ത് കാണിച്ച, വേണ്ടാധീനങ്ങൾ കാണിച്ച വിശ്വാസികളെ അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും കരുണാമയനാണ്. അതുകൊണ്ടാണ് ഇബാദുർ റഹ്മാൻ, റഹ്മാൻ്റെ അടിമകൾ, വിശ്വാസികളെ അങ്ങനെയാണ് അള്ളാഹു വിളിക്കുന്നത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്തിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തി അടഞ്ഞ മനസ്സേ എന്ന് വിളിക്കുകയാണ്. ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടുകൊണ്ട് നിൻ്റെ റബ്ബിലേക്ക് നീ മടങ്ങിക്കൊള്ളുക. അള്ളാഹു അത്രത്തോളം പ്രിയപ്പെട്ടവരായിക്കൊണ്ടാണ് വിശ്വാസികളെ ഖുർആനിൽ പരാമർശിക്കുന്നത്. ഇവിടെ അള്ളാഹു ഉപയോഗിക്കുന്നത് സ്വന്തം ജീവിതത്തിൽ അതിക്രമം പ്രവർത്തിച്ച, വഴികളെല്ലാം ഉണ്ടായിട്ടും ഹിദായത്ത് കാണിച്ചു കൊടുത്തിട്ടും ശരി ഏതാണെന്നും തെറ്റേതാണെന്നും വ്യക്തമായിട്ട് പോലും സ്വന്തം ജീവിതത്തിൽ വഴി തെറ്റിപ്പോയ ആൾക്കാരെ അപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത് യാ ഇബാദി, എൻ്റെ അടിമകളെ എന്ന പദപ്രയോഗം കൊണ്ടാണ്. ആലോചിച്ച് നോക്കുക, എത്രത്തോളം സ്നേഹം, എത്രത്തോളം കാരുണ്യം അള്ളാഹു ആ പദത്തിൽ മാത്രം ബാക്കിയാക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക.
തൊട്ടടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലാ തഖ്നുതു മിൻ റഹ്മത്തില്ല, അതാണ് രണ്ടാമത്തെ ഭാഗം. അങ്ങനെ വളരെ സ്നേഹപൂർവ്വം അക്രമം കാണിച്ച വിശ്വാസികളെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹപൂർവ്വം വിളിച്ചിട്ട് അവരോട് പറയുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവരുത് എന്നാണ്. ഇതിൻ്റെ ചില പശ്ചാത്തലങ്ങൾ പറയുന്നത് ജാഹിലി കാലത്ത് കൊടിയ ക്രൂരതകൾ കാണിച്ച വിശ്വാസികളോടും അല്ലാതെ മറ്റുള്ള സാഹചര്യങ്ങളിലും അതിക്രമം കാണിച്ച വഴികേടിൽ ജീവിച്ച മനുഷ്യന്മാർ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പരാതി പറയുന്നുണ്ട്, നബിയെ, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായിരുന്നു, വളരെ മോശമായ ജീവിതമായിരുന്നു. പക്ഷേ ഞങ്ങൾക്കിതിലൊക്കെ തൗബയുണ്ടോ? ഞങ്ങൾക്കതിനൊരു ഓപ്ഷനുണ്ടോ? നന്മയിലേക്ക് മാറാൻ, ആ ജീവിതം മായ്ച്ചു കളയാൻ, നല്ല വിശ്വാസിയായി ജീവിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പരാമർശിച്ചതുപോലെ നല്ല വിശ്വാസികളായി സ്വർഗം ലഭിക്കുന്ന മനുഷ്യന്മാരായി മാറുവാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് ഇങ്ങനെ തെറ്റ് ചെയ്ത വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത് ലാ തഖ്നുതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവരുതെന്നാണ്. കാരണം തിന്മ, തെറ്റ് അവിടെയും സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് മക്കൻ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയായി അന്ന് പഠിപ്പിക്കുന്നത് തൗബ എന്ന് പറയുന്ന ഒരു ആശയത്തെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം തന്നെ വിശേഷിപ്പിച്ചത് നബിയു തൗബ എന്നാണ്, തൗബയുടെ നബി. കാരണം തെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിൽ അവർക്ക് അതിനുള്ള മറുമരുന്നുണ്ട്, മറുപടിയുണ്ട്. അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്താൽ മതി എന്നുള്ളതായിരുന്നു. തൗബ ചെയ്യുന്നതോടുകൂടി, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുന്നതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുന്നു എന്നാണ് ഖുർആനും പരിശുദ്ധ ഖുർആനും നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം നബിയു തൗബ എന്ന് വിശേഷിപ്പിച്ചത്. മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുർ റഹ്മ എന്നും കൂടി വിശദീകരിപ്പിക്കുന്നുണ്ട്. ഞാൻ റഹ്മത്തിൻ്റെയും കൂടി നബിയാണ്. ഈ തരത്തിൽ തൗബയും റഹ്മത്തും പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് അന്ന് മക്കൻ സമൂഹത്തിൽ ആ മനുഷ്യന്മാർക്കുണ്ടായിരുന്ന വലിയൊരു വിമോചനമായ ഒരു സങ്കല്പമായി മാറിയത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലാ തഖ്നുതു മിൻ റഹ്മത്തില്ല, ഇങ്ങനെ തെറ്റുകളൊക്കെ സംഭവിച്ചു പോയാലും നിങ്ങൾ നിരാശരാവേണ്ടതില്ല. കാരണം തഫ്സീറുകൾ വിശദീകരിക്കുന്ന ഒരു പോയിൻ്റ്, മനുഷ്യന്മാർ ഇങ്ങനെ തെറ്റുകൾ ചെയ്യുമ്പോൾ മുസ്ലിങ്ങളായ ആൾക്കാർ തന്നെയും നമ്മൾ ആണെങ്കിൽ പോലും നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിക്കുമ്പോൾ ഇബ്ലീസ് വന്നിട്ട് ഇനി നിനക്ക് വിജയമില്ല, ഒരു രക്ഷയുമില്ല, നീ നേരെ പോകുന്ന നരകത്തിലേക്കാണ് എന്ന് പറഞ്ഞ് നമ്മളെ, നമ്മുടെ ആത്മവിശ്വാസത്തെ, നമ്മുടെ മുഴുവൻ പ്രതീക്ഷകളെ തടഞ്ഞു നിർത്തുമ്പോൾ അവർക്കുള്ള മറുപടി എന്ന നിലയിലാണ് ഈ ആയത്ത് വരുന്നത്. ലാ തഖ്നുതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണം പറയുന്നത് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിഅ. കാരണം അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. തീർച്ചയായും അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. അതിനുശേഷം അള്ളാഹു പറയുന്നു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സിഫത്തുകളാണ് ഈ ആയത്തിൻ്റെ അവസാനം അള്ളാഹു ചേർത്ത് വെക്കുന്നത്. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്. ഈ രണ്ട് ആശയങ്ങൾ ഉള്ളപ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു പറയുന്നത് നിങ്ങൾക്ക് ഉള്ള ഒരേ ഒരു ഓപ്ഷൻ എന്നിലേക്ക് മടങ്ങുക എന്നാണ്. അത് തൊട്ട് ശേഷമുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വ അനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിക്കൊള്ളുക. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ നിരാശരാവേണ്ടതില്ല, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിക്കൊള്ളുക. വ അസ്ലിമു ലഹു, അള്ളാഹുവിന്, അവന് നിങ്ങൾ കീഴ്വണങ്ങിക്കൊള്ളുക, മുസ്ലിമാവുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പദപ്രയോഗമാണല്ലോ ഇസ്ലാം, മുസ്ലിം എന്ന് പറയുന്നത്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസി എന്നല്ല അർത്ഥം. മുസ്ലിം എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ സമർപ്പിക്കുന്ന, കീഴ്വണങ്ങുന്നവൻ എന്നാണ് അർത്ഥം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നു അസ്ലിമു ലഹു, അവന് നിങ്ങൾ കീഴടങ്ങുക. മിൻ ഖബ്ല അൻ യഅതിയഹുമുൽ അദാബ്, നിങ്ങൾക്ക് ശിക്ഷകൾ വരുന്നതിന് മുമ്പ്. എല്ലാം കഴിഞ്ഞ് തിന്മയൊക്കെ ചെയ്തു കഴിഞ്ഞ് ഇനി എന്തെന്നറിയാതെ നിൽക്കേണ്ടവരല്ല നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും കേടുപാടുകൾ, മോശമായ സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അനീബു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങുക. വ അസ്ലിമു ലഹു, അവന് കീഴ്വണങ്ങുകയും ചെയ്യുക, സറണ്ടർ ചെയ്യുക. കാരണം ശിക്ഷ വരാൻ നിങ്ങൾ കാത്തിരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സുമ്മലാ തുൻസറൂൻ, അങ്ങനെ ഒരവസ്ഥയാണെങ്കിൽ പിന്നീട് നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ബോധം ഇവിടെ വിശ്വാസികളെ, നമ്മുടെ റമദാൻ കഴിഞ്ഞു, അവസാന ദിനമാണ്. ഈ അവസാന ദിനമായിട്ട് പോലും
നമ്മളിൽ എത്രത്തോളം തഖ്വ രൂപപ്പെട്ടിട്ടുണ്ട്, നമുക്ക് എത്രത്തോളം ശുക്ർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, ഈ 30 ദിവസമായിട്ടും ശുക്ർ വേണ്ട തരത്തിൽ നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ, പ്രതിഫലിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ ആയത്തിൽ പറയുന്ന വിശ്വാസികളായി നമ്മളും മാറുന്നു. നമ്മൾ സ്വയം ആത്മവിചാരണ ചെയ്യുമ്പോൾ, അല്ലാഹുവേ, ഞാൻ ഈ ഒരു മാസം കടന്നു പോയിട്ടും എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലല്ലോ എന്ന് ആവരാതിപ്പെടുന്ന വിശ്വാസികളോടുമുള്ള അള്ളാഹുവിൻ്റെ വർത്തമാനമാണ് ഈ ആയത്ത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവേണ്ടതില്ല. ആലോചിച്ച് നോക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് സക്കാത്തുൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നുണ്ട്, റമദാൻ മാസം വന്നിട്ടും വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് അനാവശ്യ കാര്യങ്ങളും വേണ്ടാധീനങ്ങളും ഇല്ലാതെ ഒഴിവാക്കാൻ പറ്റാത്ത വിശ്വാസിക്കുള്ള തുഹ്റത്ത് വിശുദ്ധമാക്കാനുള്ള ഒരു ഉപായമാണ് ഫിത്ർ സക്കാത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇത് തുഹ്റത്തുൽ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസ്, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് ഒരു വിശ്വാസി അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാത്ത ഒരു വിശ്വാസിയെ ശുദ്ധീകരിക്കാനുള്ളതാണ് ഫിത്ർ സക്കാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് വീണ്ടും നമ്മളെ ഷവ്വാൽ മാസത്തിലെ 6 നോമ്പുകളും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റമദാൻ കഴിഞ്ഞ് ഈദും കഴിഞ്ഞ് വരുന്ന 6 ദിനങ്ങളിൽ നിങ്ങൾ നോമ്പെടുക്കുക. കാരണം ഈ റമദാൻ മാസത്തിലെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും കൂടി നികത്തുവാനുള്ള, ആ തെറ്റുകളെയും കൂടി മായ്ച്ചു കളയാനുള്ളതാണ് 6 ദിനങ്ങളിലെ നോമ്പുകളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ, റഹ്മത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരികയാണ്. ഈ ഒരു ബോധമാവണം റമദാൻ കഴിയുന്ന നേരത്തും നമുക്കുണ്ടാവേണ്ടത്. അതല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ റമദാൻ മുഴുവൻ വരികയും മുഴുവൻ സാധ്യതകൾ മുന്നിലുണ്ടാവുകയും എന്നിട്ടും ഒരു തരി പോലും തഖ്വയും ഇല്ലാത്ത ഒരു വിശ്വാസി എത്രത്തോളം പരാജിതനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു ബോധം ഈ റമദാൻ മാസത്തിൻ്റെ ഈ അവസാന നിമിഷങ്ങളിൽ നമുക്കുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്, യാ ഇബ്നു ആദമിൻ്റെ മകനെ, മുഴുവൻ മനുഷ്യ സമൂഹത്തെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നക മാ ദഅൗതനി വറജൗതനി, നിങ്ങൾ എത്രത്തോളം എന്നോട് പ്രാർത്ഥിക്കുന്ന കാലം, എത്രത്തോളം എന്നിൽ നിന്ന് നന്മകൾ, അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുന്ന കാലം, ആ കാലത്തോളം ഗഫർതു ലക മാ അലാ മാ കാന ഫീക്, നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിലൊക്കെയും ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. വലാ ഉബാലി, ഞാനത് വകവയ്ക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വേണ്ട തരത്തിൽ എന്നോട് പ്രാർത്ഥിക്കുന്ന കാലം, പ്രാർത്ഥിച്ചുകൊണ്ട് വേണ്ട തരത്തിൽ എന്നിൽ നിന്ന് നന്മകൾ, അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുന്ന കാലം, അത്രത്തോളം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിനക്ക് പുറത്തു തരുമെന്ന് ഒരു ഖുദ്സി ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം റമദാൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ കേൾക്കുന്ന പലതരം ഹദീസുകളുണ്ട്. മൻ സാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നവൻ ഈമാനൻ, വിശ്വാസത്തോടുകൂടിയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷ കാംക്ഷിച്ചുകൊണ്ടും ആ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും നോമ്പെടുക്കുന്നവൻ്റെ എല്ലാ തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകും, മായ്ച്ചു കളയുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ മൻ ഖാമ റമദാനൻ, ഇതേപോലെ തന്നെ ഈ തറാവീഹ് നിസ്കരിക്കുന്നതുമായും ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നതുമായും ചേർത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകൾ പുറത്തു തരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ നിമിഷം നമ്മുടെ മുമ്പിലുണ്ടായിട്ടും, നന്നാവാൻ നമ്മുടെ മുമ്പിൽ ചാൻസുകൾ ഉണ്ടായിട്ടും നന്നാവാത്തവരുള്ള അവസ്ഥ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചെയ്യുന്നവനാണ്, എന്നാൽ പോലും അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കരുണകളെ, നമ്മളോട് ചെയ്യുന്ന അനുഗ്രഹത്തെ വേണ്ട തരത്തിൽ സ്വീകരിക്കാനും അത് ജീവിതത്തിൽ നടപ്പിലാക്കാനും നല്ല വിശ്വാസികളായും നല്ല മുഹ്സിനും മുത്തഖീയുമായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസായിറിൽ മുസ്ലിമീൻ.